السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم كان يقول الصلوات الخمس والجمعة إلى الجمعة ورمضان إلى رمضان مكفرات ما بينهن إذا اجتنب الكبائر. റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹിലെ 233 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാം ശ്രദ്ധിക്കേണ്ടുന്ന സൂക്ഷിക്കേണ്ടുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് അധ്യാപനം നൽകുകയാണ്. ആകത്തുക വൻ പാപങ്ങൾ അൽ കബായിർ ഉപേക്ഷിച്ചാൽ ബാക്കി വരുന്ന ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാത്തതുമായ തെറ്റുകുറ്റങ്ങളൊക്കെ സ്വല 5 നേരത്തെ നിസ്കാരം, ജുമുഅ ആഴ്ചയിൽ ഒരു ദിവസമുള്ള, റമളാൻ വർഷത്തിലൊന്ന്, ഇവ കൊണ്ടൊക്കെ തന്നെ പരിഹരിക്കപ്പെടും എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഹദീസ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശാലമായ കാരുണ്യത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. വന്നിങ്ങനെ അടിഞ്ഞുകൂടുന്നതിന് പകരം അപ്പോൾ തന്നെ അപ്ഡേഷൻ ചെയ്തൊരു വിശ്വാസിയെ പ്യൂരിഫൈ ചെയ്ത് സ്വർഗത്തിലേക്ക് പോകാൻ ആവശ്യമായ ഒരു തെറ്റുകുറ്റവുമില്ലാതെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അങ്ങനെയാണ് വെടുപ്പും വൃത്തിയൊക്കെ ഉണ്ടാകുക, മാന്യമായിരിക്കുക എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുക. പക്ഷെ റബ്ബ് ഉദ്ദേശിക്കുന്നത് പാപങ്ങളൊന്നുമില്ലാതെ റബ്ബിന്റെ മുമ്പിൽ തന്റെ അടിമ പ്രത്യക്ഷപ്പെടുക, വരിക, കാണുക എന്നുള്ളതാണ്. അങ്ങനെ കാണാൻ, അവനിൽ പാപമില്ലാതിരിക്കാൻ, അവനറിയാതെ അല്ലെങ്കിൽ അവളറിയാതെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ കഴുകിക്കളയാനുള്ള പരിഹാര മാർഗങ്ങളാണ് ഇത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അൽ കബായിർ, വലിയ പാപങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് തിരിച്ചറിയാനുള്ള അടയാളം നമുക്കറിയാം. ഖുർആനിലൂടെ നരകത്തെ സംബന്ധിച്ച്, നരകശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞത്, അള്ളാഹുവിന്റെ ലഅനത്തുണ്ടാകുമെന്ന് പറഞ്ഞ വിഷയങ്ങൾ, അള്ളാഹുവിന്റെ ഗളബ് ഉണ്ടാകുമെന്ന് പറഞ്ഞ വിഷയങ്ങൾ, ഇങ്ങനെ ഖുർആനിൽ ഹദീസിലൊക്കെ പരാമർശിക്കപ്പെട്ട എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതെല്ലാം തിന്മകളാണ്. അതൊക്കെ ചെയ്താൽ വൻ പാപങ്ങളുമാണ്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഈമാൻ ശരിയാവുകയില്ല, ഈമാനിൽ പെട്ടതല്ല, ഈമാൻ പൂർത്തിയാവുകയില്ല, നമ്മിൽപ്പെട്ടവനല്ല, ഇങ്ങനെയുള്ള ഹദീസൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള ഹദീസുകൾ സൂചന നൽകപ്പെടുന്നതും ഇത്തരം വൻ പാപങ്ങളിലേക്ക് ചെന്നെത്താനുള്ളതാണ്. മൂന്നാമത്തെ തരം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ധിക്കാരം പ്രവർത്തിക്കരുത്, റസൂലിനോട് ധിക്കാരം പ്രവർത്തിക്കരുത് എന്ന് ശക്തമായ ഭാഷയിൽ ഖുർആന്റെയും ഹദീസിന്റെയും ഒക്കെ നസ്സ് അടിസ്ഥാനമാക്കിക്കൊണ്ട് എതിരാകരുത് എന്ന് പറഞ്ഞ, ധിക്കാരമാകരുത് എന്ന് പറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങളും തെറ്റുകുറ്റങ്ങളിലേക്ക് ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. വൻ പാപങ്ങൾ 1 മുതൽ 7 70 ഉണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും. അതിൽ ഏറ്റവും വലിയ പാപമാണ് ശിർക്ക്. അവിടുന്ന് അങ്ങോട്ട് വലിയ വലിയ ഉലമാക്കളൊക്കെ അൽ കബായിർ എന്ന കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. അതിൽ 70ഓളം പാപങ്ങൾ ഉൾപ്പെടുത്തിയവരുണ്ട്, 60ഓളം പാപങ്ങൾ ഉൾപ്പെടുത്തിയവരുണ്ട്. നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കപ്പെടാത്തത് പോലും വൻ പാപങ്ങളിൽ രേഖപ്പെടുത്തിയ ആൾക്കാരുണ്ട്. നിസ്കരിച്ചിട്ട് ശിക്ഷ കിട്ടുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞവരുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെയുള്ള വൻ പാപങ്ങളൊക്കെ ചെയ്താൽ അതിന്റെ പരിഹാരം എന്താ? തൗബ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യാം, അത് അള്ളാഹു പുറത്തു തരും. അതല്ലാത്തവയോ അറിയില്ല, ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നറിയാതെ എങ്ങനെ ചെയ്തു പോകുന്ന കൂട്ടത്തിൽ അതിന്റെ പരിഹാരമാണ് ഈ പറഞ്ഞ ഹദീസിലുള്ളത്. അസ്വലവാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം. സുബഹി നിസ്കരിച്ചു, ഇനി ളുഹർ നിസ്കരിക്കുന്നു, അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു പാപം വന്നിട്ടുണ്ടെങ്കിൽ, വന്നു പോയത് എന്നാൽ സുബഹിനിടയിൽ ളുഹർ വരെ ചെയ്തു പോയതിൽ ഏതെങ്കിലും ഒരു സൂക്ഷ്മക്കുറവുണ്ടെങ്കിൽ അത് ആ ളുഹറോട് കൂടി അള്ളാഹു പരിഹരിക്കും. അതിന്റെ കൂലി അള്ളാഹു തരും, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തും. അതിൽ പറഞ്ഞ അദബുകളും മര്യാദകളൊക്കെ പാലിച്ച് അതിന്റെ കൂലിയൊക്കെ വേറെ കിട്ടും. ഒരൊറ്റ നിസ്കാരം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ കിട്ടും. ഒരാൾ ബാങ്ക് കൊടുത്ത് പള്ളിയിൽ കയറുക, അയാളെ നിസ്കാരത്തിനനുസരിച്ചാണ്. ബാങ്കിന് ശേഷമുള്ള സുന്നത്ത്, ഉദുവിന് ശേഷമുള്ള സുന്നത്ത്, പള്ളി കയറിയ ശേഷമുള്ള സുന്നത്ത്, ളുഹർ നിസ്കരിക്കുന്നതിന് മുൻപുള്ള സുന്നത്ത്, ഇങ്ങനെ അതൊക്കെ കൂടി നിയ്യത്ത് ചെയ്തുകൊണ്ടാണെന്ന് ചോദിച്ചോ
4 നിയ്യത്തുകൾ ഒരുമിച്ച് വെച്ചാൽ 8 റക്അത്തിന്റെ കൂലി കിട്ടും. അതേസമയമാണ് ഇതൊന്നുമില്ല, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ മതി എന്ന് തീരുമാനിച്ചാൽ അതിന്റെ കൂലിയും കിട്ടും. ഇങ്ങനെ ചെറുതും വലുതുമായി അവനവന്റെ അക്കൗണ്ടിലേക്ക് വരാൻ സാധ്യതയുള്ള നന്മകളുടെ കണക്കുകളും തിന്മകളുടെ കണക്കുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ തിന്മകളൊക്കെ മായ്ക്കാൻ 5 നേരത്തെ നമസ്കാരം ഉപയോഗപ്പെടും. വൽ ജുമഅതു ഇലൽ ജുമഅ, കഴിഞ്ഞ ജുമഅയിൽ നമ്മൾ പങ്കെടുത്തു, എന്നിട്ട് ഇങ്ങനെ ജീവിച്ചു. ഇപ്പൊ ഏകദേശം തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ ആയി, ബുധനാഴ്ചയിലേക്ക് എത്തുന്നു. അതിനിടയിൽ 2-3 പ്രാവശ്യം എന്തൊക്കെയോ അബദ്ധവശാൽ നാവിൽ നിന്ന് നുണ പറയേണ്ടി വന്നു, അല്ലെങ്കിൽ കളവ് പറയേണ്ടി വന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൂക്ഷ്മത കുറവുണ്ടായി എങ്കിൽ അത് പരിഹരിക്കുക. അടുത്ത ജുമാ അതിന്റെ അദബുകൾ പാലിച്ച് നേരത്തെ എത്തി, 1-ാം സഫിലെത്തി അതിന്റെ കൂലികളൊക്കെ വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ 2 ജുമാകൾക്ക് ഇടയിലുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് പുറത്തു മാപ്പാക്കി കൊടുക്കും. റമളാൻ കഴിഞ്ഞ റമളാനിൽ നല്ല സൂക്ഷ്മതയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാസങ്ങൾ കടന്നു വന്നപ്പോഴത്തേക്ക് ആ സൂക്ഷ്മതക്കൊക്കെ കുറച്ചൊരു നിറക്കുറവുണ്ടായി എങ്കിൽ അത് പരിഹരിക്കാൻ അടുത്ത റമളാൻ. മുകഫിറാത്തുൻ മാ ബൈനഹുന്ന, അവയ്ക്കിടയിലുള്ളതിന്റെ മുഴുവൻ പരിഹാര മാർഗമാണ്. അവർ നിബന്ധന അല്ലാഹുവിന്റെ റസൂൽ വെച്ചു, ഇദാ ഇജ്തനബൽ കബായിർ, വൻ പാപങ്ങൾ ചെയ്യാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അറിഞ്ഞോ അബദ്ധവശാലോ വന്നുപോയത് മുഴുവൻ അള്ളാഹു പരിഹരിച്ച് പരലോകത്ത് അള്ളാഹുവിന്റെ മുൻപിലെത്തുമ്പോൾ പാപസുരക്ഷിതരായി എത്താനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ വീടുകളിലും ആശുപത്രികളിലുമുള്ളവർക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു അവർക്കും നമുക്കും മരണം വരെ നിലനിർത്തി തന്ന അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ തഖ്വ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കാനും മരണസമയത്ത് അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് കാമിലായ ഈമാനോടുകൂടി കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സുദ്ദീഖുകളും ഷഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.